ഹലോ പൂമുറ്റം ചാനലിൻ്റെ പുതിയൊരു വീഡിയോയുമായി ഞാൻ വന്നിട്ടുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പോകണം. ഇന്ന് പൂക്കൾ നിറഞ്ഞ് പൂക്കാം, റോസിന് നിറഞ്ഞ് പൂക്കൾ വേണമെന്നല്ലേ നിങ്ങളുടെ ആഗ്രഹം. അപ്പോൾ എങ്ങനെയാണ് നിറയെ പൂക്കൾ ഉണ്ടാകും, വീട്ടിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീട്ടിൽ നമുക്ക് കൂടുതൽ പൂക്കൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞുതരാം. പൂമുറ്റം ചാനൽ ആദ്യമായിട്ടാണോ കാണുന്നത്? അങ്ങനെയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും കേട്ടോ. നമ്മൾ മെയിനായിട്ടൊരു സെയിൽ ചാനലാണ്. അതിന് കൂടെ ഞാൻ വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങളും പിന്നെ ഞാൻ പ്രോഡക്റ്റ് വാങ്ങുന്ന ഒക്കെയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. അപ്പോൾ സാധാരണയായിട്ട് ഏറ്റവും നല്ല വളമായിട്ട് നമ്മൾ കൊടുക്കുന്നത് വേർമി കമ്പോസ്റ്റ് ആണ് കേട്ടോ. എന്തെന്ന് എല്ലാ കാര്യങ്ങളും അതിലുണ്ട്. നൈട്രജനും ഫോസ്ഫറസും പൊട്ടാഷ്യം കാൽസ്യം മഗ്നീഷ്യം ഇരുമ്പ് സിങ്കും ഒക്കെയല്ലേ വേണ്ടത്. അപ്പോൾ അതെല്ലാം വേർമി കമ്പോസ്റ്റിലുണ്ട്. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ വേർമി കമ്പോസ്റ്റാണ് ഉപയോഗിക്കുന്നത്. പുറത്തുനിന്ന് വളങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ റോസ് മിക്സ് ആണ് ഉപയോഗിക്കുന്നത്. റോസ് മിക്സിൽ ഈ പറയുന്ന എല്ലാം ഉണ്ട്, ഒരുപാട് പൂക്കളുണ്ടാവും. വേർമി കമ്പോസ്റ്റും റോസ് മിക്സും ഉപയോഗിക്കാറുണ്ട്. പക്ഷേ മഴക്കാലത്ത് റോസ് മിക്സ് തന്നെയാണ് ഉപയോഗിക്കാറ്. കാരണം വേർമി കമ്പോസ്റ്റ് ഫംഗസ് കയറുമെന്ന് പേടിയാണ് കേട്ടോ, ചെടി നശിച്ചു പോകുമെന്ന്. പിന്നെ മെയിനായിട്ടും ചാണകവെള്ളം കൊടുക്കാറുണ്ട്, ചാണകപ്പൊടി ഇട്ട് കൊടുക്കാറുണ്ട്. അതിൽ നിറയെ നൈട്രജൻ ഉള്ളതുകൊണ്ട് തന്നെ ചെടിയുടെ മൊത്തത്തിലുള്ള വളർച്ചയ്ക്ക് വളരെ എഫക്റ്റീവാണ്. പിന്നെ നമ്മൾ കൊടുക്കാറുള്ള അടുക്കള കമ്പോസ്റ്റാണ് കേട്ടോ. എന്ന് വെച്ചാൽ നമ്മൾ ഈ പഴത്തൊലി അങ്ങനെയുള്ള കാര്യങ്ങളിലെ പച്ചക്കറി നമ്മൾ വാങ്ങിക്കുന്ന പച്ചക്കറിയുടെ ഉപ്പേരിയൊക്കെ വെക്കുമ്പോൾ എല്ലാ വേസ്റ്റുകളും ഉണ്ടാവില്ലേ, തൊലിയെല്ലാം വെള്ളത്തിലിട്ട് വെച്ച് വെള്ളം കൊടുക്കുക. അല്ലാതെ കമ്പോസ്റ്റ് ആക്കിയിട്ട് ചകിരിച്ചോറ് ഇട്ട് വെച്ചിട്ട് കമ്പോസ്റ്റ് ആക്കി മാറ്റിയിട്ടും ചെടികൾക്ക് കൊടുക്കാറുണ്ട്. പിന്നെ മെയിനായിട്ട് പോട്ടി മിക്സിലും അല്ലാതെയും ഒക്കെ ഇടാൻ പറ്റിയൊരു കാര്യം മുട്ടത്തോടാണ്. പ്രധാന ഘടകം അതിൽ കാൽസ്യം കാർബണേറ്റാണ്. അതുകൊണ്ട് തന്നെ വേരുകളും തണ്ടുകളും ശക്തമാകാൻ വളരെ നല്ലതാണ്. അപ്പോൾ മുട്ടത്തോട് ഉപയോഗിക്കാറുണ്ട്. പിന്നെ നമ്മുടെ ചാരത്തിൽ നിറയെ പൊട്ടാഷ്യം കാൽസ്യം ഉള്ളതുകൊണ്ട് തന്നെ ചെടിക്ക് ചെറിയ അളവിലേ ഉപയോഗിക്കാവുള്ളൂ. pH ബാലൻസ് ആയിട്ട് ഉപയോഗിക്കണം. ഒരു നുള്ള് 1 ലിറ്റർ വെള്ളത്തിലേക്ക് ആക്കിയിട്ട് അതിൻ്റെ തെളി ഒഴിച്ചു കൊടുത്താൽ നല്ലതാട്ടോ, പൂക്കളുണ്ടാവാൻ വളരെ നല്ലതാണ്. പിന്നെ ഈ ഒരു മഴക്കാലത്ത് നീം കേക്കാണ് കൊടുക്കാൻ പറ്റുന്നത്. അതിൽ നൈട്രജനും ഫോസ്ഫറസും പൊട്ടാഷ്യം സൾഫറും ഉണ്ട്. അതുകൊണ്ട് തന്നെ മണ്ണിലെ കീടങ്ങളൊക്കെ കുറച്ച് മണ്ണിനെ പ്രൊട്ടക്റ്റ് ആക്കും. അതേപോലെ തന്നെ ഒരുപാട് പേര് ചെയ്യുന്നതാണ് കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ചിട്ട്, അതും വളരെ എഫക്റ്റീവാണ് കേട്ടോ. നൈട്രജൻ കൂടുതലുണ്ട്, കുറച്ച് ഫോസ്ഫറസും പൊട്ടാഷ്യം കടലപ്പിണ്ണാക്കിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇലകളുടെയും ചെടികളുടെയും വളർച്ചയ്ക്കൊക്കെ വളരെ ഫലപ്രദമാണ്. അപ്പോൾ പിന്നെ ഒരുപാട് പേര് കാപ്പിപ്പൊടി ഉപയോഗിക്കുന്നുണ്ട്. കാപ്പിപ്പൊടി ഒന്നും ഡയറക്റ്റ് ഉപയോഗിക്കരുത്, വളരെ ചെറിയ അളവിൽ ഉപയോഗിച്ചാൽ ഫലപ്രദമാണ്. പിന്നെ നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാഷ്യം ഒക്കെയാണ് ചെടികൾക്ക് വേണ്ടത്. അപ്പോൾ പുറത്തുനിന്ന് വളങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ NPK ആണ് കേട്ടോ ഏറ്റവും നല്ല ചോയ്സ്. NPK എഫക്റ്റീവാണ്, ബാലൻസ്ഡ് NPK വളരെ ഫലപ്രദമാണ്. അതല്ലെങ്കിൽ നമുക്ക് റോസ് മിക്സ് വളരെ നല്ല രീതിയിൽ നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ്. അതിൽ നിറയെ മൈക്രോ ന്യൂട്രീഷൻസും കൂടി ഉള്ളതുകൊണ്ട് തന്നെ റോസ് മിക്സ് ഫലപ്രദമാണ്. പിന്നെ കീടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെസ്റ്റ് കൺട്രോളായിട്ട് നീം ഓയിൽ ഒഴിച്ചു കൊടുക്കുക, അതല്ലെങ്കിൽ ബിഗ് ബോസ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന ഫലപ്രദമാണ്. അപ്പം നമ്മുടെ കയ്യിൽ നീം ഓയിലും ബിഗ് ബോസും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും. പിന്നെ പോട്ടി മിക്സ് നല്ലതാണെങ്കിലാണ് നമ്മുടെ ചെടി ഏറ്റവും അടിപൊളിയായിട്ട് വരുന്നത് കേട്ടോ. പോട്ടി മിക്സിലാണ് എല്ലാം ഇരിക്കുന്നത്. അപ്പോൾ ലൂസായിട്ടുള്ള ഒരു പോട്ടി മിക്സാണ് നമ്മൾ ചെടിക്ക് എടുക്കുന്നതെങ്കിലാണ് ചെടി നല്ലതായിട്ട് വരിക. അപ്പോൾ പോട്ടി മിക്സിൽ ഉമി ആഡ് ചെയ്ത് കൊടുത്താൽ നല്ല ലൂസ് പോട്ടി മിക്സായി നമുക്ക് കിട്ടും. അപ്പോൾ ഉമി നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുകൂടാതെ നിറയെ പൂക്കൾ ഉണ്ടാവണമെങ്കിൽ ബ്ലൂമിങ് സ്പ്രേകൾ അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം അഗ്രോ ഏജൻസിയുടെ കയ്യിലുണ്ട്, നമ്മൾ കൊടുക്കുന്നുണ്ട് സാധനങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് റോസ് വേര് പിടിച്ച് കിട്ടുന്നില്ല ഒക്കെ ആണെങ്കിൽ റൂട്ടിംഗ് ഹോർമോണിൽ ഡിപ്പ് ചെയ്തിട്ടാണ് നമ്മൾ ചെടി നടേണ്ടത്. റൂട്ടിംഗ് ഹോർമോണും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. പൊട്ടി മിക്സിലേക്കുള്ള ഉമി അവൈലബിൾ ആണ്. അതുകൂടാതെ നിറയെ പൂക്കണമെങ്കിൽ നമ്മൾ NPKയും റോസ് മിക്സും പിന്നെ ബ്ലൂമിങ് സ്പ്രേകളും കൊടുക്കുന്നുണ്ട്. എല്ലാം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. പിന്നെ മിറാക്കിൾ ഗ്രോ ആണ് ചെടി വളരാൻ വേണ്ടി നമുക്ക് കൊടുക്കേണ്ടത്, അതും അവൈലബിൾ ആണ്. അപ്പോൾ ചെടികളുമായി ബന്ധപ്പെട്ട ഫംഗിസൈഡോ പെസ്റ്റ് കൺട്രോളോ അല്ലെങ്കിൽ റോസ് മിക്സോ ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ ഞാനായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. പിന്നെ കെമിക്കലൊന്നും വാങ്ങിക്കാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ ഞാൻ പറഞ്ഞ ഓർഗാനിക് ആയിട്ടുള്ള കാര്യങ്ങളും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. കമ്പോസ്റ്റും ചാരം ഒക്കെ നമ്മൾ ചെറിയ അളവിൽ ഉപയോഗിക്കാറുണ്ട്. മഴക്കാലത്ത് മെയിനായിട്ടും ഓർഗാനിക് അല്ല കെമിക്കൽ വളങ്ങൾ തന്നെയാണ് ഉപയോഗിക്കുന്നത്. മഴക്കാലത്ത് ഫംഗസിൻ്റെ പ്രശ്നം വന്ന് ചെടി മൊത്തം നശിച്ചു. നിങ്ങളുടെ ചെടികൾക്ക് ബ്ലാക്ക് സ്പോട്ട് പോലെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ഫംഗസിൻ്റെ അറ്റാക്കാണത്. അപ്പോൾ മാജിക്കോ സാഫോഡ് മിക്സ് ചെയ്താട്ടോ സ്പ്രേ ചെയ്ത് കൊടുക്കണ്ടേ. അതേപോലെ കീടങ്ങളും പുഴുക്കളും നിങ്ങളുടെ ചെടിയിലുണ്ടെങ്കിലും നമ്മുടെ മാജിക് വളരെ എഫക്റ്റീവാണ്. പുഴുക്കളെ തുരത്താൻ മാജിക് ബെസ്റ്റ് ചോയ്സ് ആണ് കേട്ടോ. പിന്നെ ഓവറോൾ പ്രൊട്ടക്ഷന് മാസത്തിൽ ഒരു തവണ കോണ്ടഫ് സ്പ്രേ ചെയ്ത് കൊടുത്താൽ ചെടി നല്ല അടിപൊളിയായിട്ട് തന്നെ നിൽക്കും. ഹെൽത്ത്
വൃത്തിയായിട്ടിരിക്കും. പിന്നെ ചെറിയ പോട്ടിലാണ് ചെറിയ ചെടികൾ വെക്കേണ്ടത്. വലിയ പോട്ടിൽ വെക്കുമ്പോൾ അതിൽ പൂക്കളുടെ എണ്ണം കുറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചെടികൾ വളർത്തുന്നവർ ശ്രദ്ധിക്കുമല്ലോ. നമ്മുടെ പൂമുറ്റം ചാനൽ ഈ വീഡിയോ ഉപകാരമായോ? അങ്ങനെയാണെങ്കിൽ പൂമുറ്റം ചാനലിൻ്റെ കുടുംബത്തിലേക്ക് വരൂ കേട്ടോ. താങ്ക് യു. വീണ്ടും വരാം. ബൈ ബൈ.